ഹലോ എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തേയില വേസ്റ്റ് നമുക്ക് എങ്ങനെ കൃഷിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഓരോ ദിവസത്തെയും തേയില വേസ്റ്റാണ്. ചായ ഉണ്ടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുള്ളതാണ്. ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലും അതുപോലെ തന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ 4-5 തവണയൊക്കെ വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെടിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ചെടിക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. ഇത് കണ്ടില്ല, ഇത് ഓരോ ദിവസത്തെയും തേയില വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ആവശ്യാനുസരണം ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇതിൽ ധാരാളം നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്. അത് കാരണം തന്നെ ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് സഹായിക്കും. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വീതം ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അത് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെടി നട്ട് 4 ഇല വരുമ്പോഴത്തേക്കും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഇത് സഹായിക്കും. ഇതിൽ വേറെ മൂലകങ്ങളൊക്കെ ഉണ്ടെങ്കിലും നൈട്രജൻ്റെ അളവാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. അപ്പോൾ ഇത് ചെടിക്ക് തുടക്കത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഡയറക്റ്റായി ചെടിച്ചോട്ടിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കഴുകി ഉണക്കിയതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. വിത്ത് പാകുമ്പോഴും അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴൊക്കെ പോട്ടി മിക്സിനോടൊപ്പം ഇത് ആഡ് ചെയ്യാം. ചെടി നല്ല രീതിയിൽ വളരാനും വിത്ത് നല്ലപോലെ മുളയ്ക്കാനും ഒക്കെ അത് സഹായിക്കും. ഈ തേയിലച്ചെണ്ടി നമ്മൾ വെറുതെ കളയുന്നതല്ലേ. അപ്പോൾ ഇതൊന്ന് കൃഷിക്കൊക്കെ യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.